Hi മക്കളെ. Hi, welcome to Schooly. So again myself Vibina. നമ്മളുടെ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്കിത് 7ാം ക്ലാസ്സിൽ, അതായത് CBSE 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു ചാപ്റ്റർ ഇങ്ങനെയുണ്ട്. ഓൾഡ് NCERT ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്. അതുപോലെ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ബുക്ക് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ ലൈഫ് പ്രോസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ഒക്കെ. ഓക്കെ, സോ നിങ്ങൾ ഇപ്പൊ തന്നെ ഈ ചാപ്റ്റർ നന്നായിട്ട് ബേസിക്സ് ഒക്കെ നല്ല തറോ ആയിട്ട് പഠിച്ചിട്ട് പോവാ. കാരണം ഈ ഒരു സിലബസ്, ഈ കൊല്ലത്തേക്ക് ഒരു സിലബസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ 10th-ലും ഇതേ ചാപ്റ്റർ, ഇതിന്റെ ഒരു വെൽ എലാബറേറ്റഡ് ആയിട്ടുള്ള സംഭവം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പോഴേ ബേസിക്സ് എന്ത് ചെയ്യാം, അടച്ചുറപ്പിച്ചങ്ങോട്ട് വെച്ചേക്കുക ബ്രെയിനില്. ഓക്കെ, സോ നമുക്ക് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്നൊന്ന് ജസ്റ്റ് കുറച്ച് സമയം കൊണ്ടൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, സോ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം ഇതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത പിക്ചർ ആണ്, ഞാൻ അതന്നെ കൊടുത്തിരിക്കുകയാണ്. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം എവിടുന്നാ തുടങ്ങണത്? നമ്മുടെ നോസ്ട്രിൽസിൽ നിന്ന്, അല്ലെ? നമ്മുടെ നോസ്ട്രിൽസിൽ നിന്ന് തുടങ്ങിയിട്ട് there is a windpipe, അല്ലെ? നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഒരു ഫുഡ് പൈപ്പിനെ പറ്റി പഠിച്ചില്ലേ മക്കളെ? ഫുഡ് പൈപ്പ് അല്ലെങ്കിൽ ഈസോഫാഗസ്, ഫുഡ് പോവാനുള്ള പാത്ത്, അല്ലെ? ഒരു കുഴല്. ഓക്കെ, പക്ഷെ ഇവിടെ എന്താ ഉള്ളത്? വിൻഡ് പൈപ്പ് ആണുള്ളത്. വിൻഡ് പൈപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ട്രക്കിയ എന്ന് വിളിക്കാം. ട്രക്കിയ. ഓക്കെ, വിൻഡ് പൈപ്പ് അല്ലെങ്കിൽ ട്രക്കിയ. ഓക്കെ, അപ്പം നോസ്ട്രൽസിൽ നിന്ന് എയർ കിട്ടിക്കഴിഞ്ഞ് നേരെ എങ്ങോട്ട് പോകും? വിൻഡ് പൈപ്പിലൂടെ എങ്ങോട്ട് പോകും? ദാ കണ്ടില്ലേ, 2 ലെങ്സ് ഉണ്ട്, അല്ലെ? നമ്മുടെ ചെസ്റ്റ് കാവിറ്റിയിൽ 2 ലെങ്സ് ഉണ്ട്. ആ ലെങ്സിലേക്ക് പോകും. അപ്പൊ ഈ ലെങ്സിലേക്ക് പോകുമ്പോൾ ഈ ട്രക്കിയ എന്തായിട്ട് മാറും? ഇങ്ങനെ പോയ ട്രക്കിയ ലെങ്സിലേക്ക് എത്തുമ്പോഴേക്കും ഇങ്ങനെ ഡിവൈഡ് ആവും. ഓക്കെ, ബ്രാഞ്ചഡ് ആയിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ഡിവൈഡ് ആവും. ഓക്കെ, അതിനെയാണ് ബ്രോങ്കിയോൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം എ പെയർ ഓഫ് ലങ്സ് ആണ് നമുക്കുള്ളത്, റൈറ്റ് ലെങ്ങും ലെഫ്റ്റ് ലെങ്ങും, അല്ലെ? പിന്നെ ഈ ലങ്സ് എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്? റിബ് കേജിലാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഇവിടെ ഉണ്ട് കേട്ടോ. 12 pairs ഓഫ് റിബ്സ് ഉണ്ട് നമുക്ക്, അല്ലെ? അപ്പൊ ആ റിബ് കേജ്, ആ ഒരു റിബ് കൂടിന്റെ ഉള്ളിലാണ് നമ്മുടെ ലങ്സിനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഒരു ഡോം ഷേപ്ഡ് മസിൽ ഉണ്ട് ഇവിടെ ലങ്സിന്റെ താഴെയായിട്ട്. അതിനെയാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നിട്ട് ഡയഗ്രത്തിൽ ലേബിൾ ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നും എന്തൊക്കെയാണ്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ന് നോക്കാം. ഓക്കെ, സോ എന്താണ് റെസ്പിറേഷൻ? സോ ദ പ്രോസസ് ഓഫ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ചിങ് ഗ്യാസസ് വിത്ത് ദ എൻവിറോൺമെന്റ്, അല്ലെ? റെസ്പിറേഷനിലെ ഒരു പ്രോസസ് അല്ലേ ബ്രീത്തിങ് എന്ന് പറയുന്നത്? എന്താണ്? ഇൻഹേലേഷൻ, എക്സേലേഷൻ, അല്ലെ? നമ്മള് ശ്വാസം ഉള്ളിലേക്ക് എടുക്കും, പിന്നെ അതേപോലെ പുറത്തേക്കും വിടും. ഓക്കെ, ദ പ്രോസസ് ഓഫ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ചിങ് ഗ്യാസസ്. ഗ്യാസിനെ എക്സ്ചേഞ്ച് ചെയ്യണം. ഏതൊക്കെ ഗ്യാസ്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. അതിന്റെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് വിത്ത് ദി എൻവിറോൺമെന്റ്. ഈ ഒരു ഡെഫിനിഷൻ ആണ് നിങ്ങൾ റെസ്പിറേഷനിൽ കൊടുക്കുക. ആൻഡ് ഇറ്റ് സപ്ലൈസ് ഓക്സിജൻ ടു ബോഡി, അല്ലെ? റെസ്പിറേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യിക്കാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് സപ്ലൈസ് ഓക്സിജൻ ടു ബോഡി ആൻഡ് റിമൂവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മുടെ ബോഡിയിൽ നമുക്കറിയാം, നമ്മുടെ ഹ്യൂമൻ ബീയിങ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്, അല്ലെ? കുറേ പ്രവർത്തനങ്ങൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കുറെ എമിറ്റ് ചെയ്യുന്നുണ്ട് ബോഡി സെൽസിൽ. അപ്പൊ ഇതിനൊക്കെ റിമൂവ് ചെയ്യണ്ടേ? സോ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുകയും ചെയ്യും നമ്മുടെ റെസ്പിറേഷനിൽ. നോക്കൂ, ഇതാണ് നമ്മുടെ ഓക്സിജൻ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഓർഗൻസിലേക്ക് ആദ്യം ഓക്സിജൻ ലങ്സിൽ നിന്ന് ഓക്സിജൻ കിട്ടുന്നു, എന്നിട്ട് ഓർഗൻസിലേക്ക് ഓക്സിജൻ പോണു, അല്ലെ? ഓക്സിജൻ സപ്ലൈ കൊടുക്കണു, അല്ലെ? ആൻഡ് ഓക്സിജൻ സപ്ലൈ കൊടുത്ത് ഓർഗൻസിൽ മെറ്റബോളിസം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യും, ആൻഡ് എഗെയിൻ ഇത് ലങ്സിൽ പോവും, അല്ലെ? ഇതാണ് നമ്മുടെ ഹ്യൂമൻ ഗ്യാസ് എക്സ്ചേഞ്ച്. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് നടക്കുന്നു. ഓർഗൻസിന് അതിന്റെ ആക്ടിവിറ്റി നിലനിർത്തി പോണെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ വേണം. ആൻഡ് അവരെന്ത് പുറത്തു വിടും? അവര് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുകയും ചെയ്യും. അപ്പം എന്താണ്? ഇത് തമ്മിലുള്ള ഒരു ബാലൻസ് വേണ്ടേ? അതാണ് ഈ പറയുന്ന ഗ്യാസ് എക്സ്ചേഞ്ച്. സോ അത് ആരാണ്? നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ആണ് അത് എന്ത് ചെയ്യുന്നത്? ആക്ടിവേറ്റ് ആക്കി, ഫെസിലിറ്റേറ്റ് ആക്കി കൊടുക്കുന്നത്. ഓക്കെ,
ഇനി എന്തൊക്കെയാണ് റെസ്പിറേഷന്റെ സ്റ്റെപ്പുകൾ? ഓക്കെ, ആദ്യം ബ്രീത്തിങ്ങിനെ നമ്മൾ വെന്റിലേഷൻ എന്നും വിളിക്കും കേട്ടോ. ബ്രീത്തിങ്ങിനെ വെന്റിലേഷൻ എന്നും വിളിക്കും. നത്തിങ്, ബ്രീത്തിങ് ഈസ് ദ പ്രോസസ് കൺസിസ്റ്റ് ഓഫ് ഇൻഹേലേഷൻ ആൻഡ് എക്സേലേഷൻ. ഇൻഹേലേഷൻ എന്ന് പറഞ്ഞാല് എയർ ഉള്ളിലേക്ക് എടുക്കുക, എക്സേലേഷൻ എന്ന് പറഞ്ഞാൽ എയർ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, ആൻഡ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്, നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ലങ്സിൽ നിന്ന് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും തമ്മിലുള്ള ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കും. എന്നിട്ട് ഓക്സിജനെ ബ്ലഡ് സ്ട്രീമിലേക്ക് കടത്തിവിടും ആൻഡ് ഓർഗൻസിലേക്ക് അത് സപ്ലൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് അല്ലെ, ബ്ലഡ് സർക്കുലേഷൻ വഴി നമുക്ക് ഗ്യാസസിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട് അല്ലെ. ഈ ഗ്യാസസ് ട്രാൻസ്പോർട്ട് ചെയ്യണ്ടേ, പല ഓർഗൻസിലേക്ക് എത്തിക്കണ്ടേ, അതാരാ ചെയ്യുന്നത്? ബ്ലഡ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസും ഒരു കണക്കിൽ പറഞ്ഞ റെസ്പിറേഷന്റെ സ്റ്റെപ്പ് ആണ്. ആൻഡ് സെല്ലുലാർ റെസ്പിറേഷൻ, അൾട്ടിമേറ്റ്ലി ഈച്ച് ആൻഡ് എവറി സെൽസ് എന്റെ ഉള്ളിലേക്ക് ആരെത്തും? നമ്മളുടെ ഓക്സിജൻ എത്തും. ആൻഡ് എന്ത് ചെയ്യും? സെല്ലുലാർ റെസ്പിറേഷൻ അവിടെ നടക്കും. എനർജി റിലീസ് ആവാൻ വേണ്ടിയിട്ട് അല്ലെ, എനർജി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓരോ സെല്ലും മെനക്കെടുന്നുണ്ട് അല്ലെ. ആ സെല്ലിന്റെ ഉള്ളില് എന്തെത്തും? ഓക്സിജൻ എത്തും. ആൻഡ് അവിടെ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് അൾട്ടിമേറ്റ്ലി നടക്കും. ഓക്സിജൻ യൂസ്ഡ് ഇൻ സെൽസ് ടു പ്രൊഡ്യൂസ് എനർജി. ഇപ്പൊ ഇത്രയും സ്റ്റെപ്സ് ആണ് നമ്മുടെ റെസ്പിറേഷനിൽ ഉള്ളത്. ഓക്കെ, ആൻഡ് എന്തൊക്കെയാണ് ഇതിന്റെ ഓർഗൻസ്, അതിന്റെയൊക്കെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഓർഗൻസ് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം ഇൻക്ലൂഡ്, നമ്മൾ പറഞ്ഞു അല്ലെ ഓൾറെഡി, റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ആ ഡയഗ്രത്തിൽ നമ്മൾ പറഞ്ഞു, എന്നാലും ഒന്നും കൂടി നോക്കാം. നോസ് ആൻഡ് നേസൽ ക്യാവിറ്റി. നേസൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗം. ഓക്കെ, നോസ്, നോസ്ട്രിൽസ് അതെല്ലാം അടങ്ങുന്ന ഒരു ക്യാവിറ്റി. ഓക്കെ, എന്താണ് നേസൽ ക്യാവിറ്റി. ആൻഡ് ഫാരിങ്സ് നമ്മള് ഫുഡും കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് എയറും ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് അല്ലെ. ആ ഒരു പാസേജ് ആണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ലാരിങ്സ് എന്താ? വോയിസ് ബോക്സിനെയാണ് ലാരിങ്സ് എന്ന് പറയുന്നത് കേട്ടോ, നമ്മുടെ വോയിസ് ബോക്സ്. ആൻഡ് ട്രക്കിയ നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തു, എന്താണ്? വിൻ പൈപ്പ് അല്ലെ. ആൻഡ് ബ്രോങ്കിയോൾസ്. ഓക്കെ, ട്രക്കിയ ബ്രാഞ്ച്ഡ് ആവുമെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ട്രക്കിയ ബ്രാഞ്ച്ഡ് ആയിട്ട് ആദ്യത്തെ ബ്രാഞ്ച് ആണ് ബ്രോങ്കി. പിന്നെ ആ ബ്രോങ്കി വീണ്ടും ഫെർദർ എന്ത് ചെയ്യും? ബ്രാഞ്ച്ഡ് ആയിട്ട് ബ്രോങ്കിയോൾസ് ആക്കിയിട്ട് മാറും. ഓക്കെ, പിന്നെ ലങ്സ് വിത്ത് ആൽവിയോളൈ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ലങ്സിലെ. ആൽവിയോളൈ എന്ന് പറഞ്ഞാൽ ലങ്സിന്റെ ഉള്ളിലെ എയർ സാക്സ് ആണ്. ഓക്കെ, നമ്മൾ ബലൂൺ കണ്ടിട്ടില്ലേ? അങ്ങനെ ചെറിയ ബലൂൺ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്, അത് ലങ്സിന്റെ ഉള്ളിൽ ഉണ്ടാവും ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ആൽവിയോളൈ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ആരും ആ പേര് മറക്കരുത്. നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. സോ നോസ് ആൻഡ് നേസൽ ക്യാവിറ്റി അല്ലെ, നമ്മുടെ മൂക്ക് അല്ലെ, മൂക്കിന്റെ ഭാഗം അതെന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഡസ്റ്റ് ഫിൽട്ടർ ചെയ്യും അല്ലെ. ഈ നേസൽ ക്യാവിറ്റിന്റെ ഉള്ളില്, നമ്മുടെ നോസിന്റെ ഉള്ളില് കുറെ ചെറിയ ഹെയർസ് ഉണ്ടാവും അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചെറിയ ഹെയർസ് ഉണ്ടാവും. എന്തിനാണ് ഈ ഹെയർസ്? നമ്മുടെ ബോഡിയിൽ ഒന്നും വെറുതെ അല്ല, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. നമ്മൾ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. സോ ഈ ഹെയർസ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ എയർ നമ്മള് പുറത്തുനിന്ന് എടുക്കുകയാണ് അല്ലെ, അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ ഇൻഹെയിൽ ചെയ്യാണ്. അപ്പൊ കുറെ ഡസ്റ്റ് പാർട്ടിക്കിൾസും അൺവാണ്ടഡ് ആയിട്ടുള്ള ജെംസും കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ ഒന്ന് ഫിൽട്ടർ ചെയ്യണ്ടേ? ആ ഫിൽട്ടറിന് വേണ്ടിയിട്ടാണ് ഈ ഹെയർസ് ഉള്ളത്. ആൻഡ് ഓൾസോ ഇറ്റ് വാംസ് ആൻഡ് മോയിസ്റ്റൻസ് എയർ ആൻഡ് സ്മെൽ ഡിറ്റക്ഷൻ. ഓഫ് കോഴ്സ് അല്ലെ, നമ്മൾ ഈ വഴിയാണല്ലോ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫാരിങ്സ് ആൻഡ് ലാരിങ്സ്. എന്താണ് പിന്നെ ഫാരിങ്സും ലാരിങ്സും? ഇതാ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും. ഇത് ലാരിങ്സ് അഥവാ സൗണ്ട് ബോക്സ് അല്ലെ. സോ ഫാരിങ്സ് പാസേജ് ഫോർ എയർ ആൻഡ് ഫുഡ്. ഓക്കെ, എയറും ഫുഡും നമ്മൾ ഏകദേശം ഒരേ വഴി അല്ലെ, തൊണ്ട ഇങ്ങനെ ഈ വഴിയാണ് നമ്മൾ എടുക്കുന്നത്. സോ എയറും ഫുഡും പോവാനുള്ള ആ ഒരു പാസേജ് ആണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. സോ ലീഡ്സ് ടു ട്രക്കിയ ഓർ ഈസോഫാഗസ്. pharynx may leads to trachea or esophagus. Trachea എന്താ? വിൻ പൈപ്പ്, ഈസോഫാഗസ് ഫുഡ് പൈപ്പ്. എയ്തർ അത് ഫുഡ് പൈപ്പിലേക്കും ലീഡ് ചെയ്യാം, അല്ലെങ്കിൽ വിൻ പൈപ്പിലേക്കും ലീഡ് ചെയ്യാം. ഓക്കെ, ലാരിങ്സ് എന്താണ്? ലാരിങ്സ് ആണ് നമ്മുടെ സൗണ്ട് ബോക്സ്. ഇറ്റ് പ്രൊഡ്യൂസസ് സൗണ്ട്സ് ആൻഡ് പ്രിവെന്റ്സ് ഫുഡ് എൻട്രി ഇൻ ടു ട്രക്കിയ. അപ്പൊ ഈ ലാരിങ്സിന്റെ അടുത്തായിട്ട് എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഫ്ലാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, എപ്പിഗ്ലോട്ടിസ്. ആ പേര് മറക്കണ്ട, എപ്പിഗ്ലോട്ടിസ്. ഈ എപ്പിഗ്ലോട്ടിസ് എന്താ ചെയ്യാ? അതായത് നമ്മൾ പറഞ്ഞു ഫാരിങ്സ് പാസേജ് ഫോർ എയർ ആൻഡ് ഫുഡ് ആണ് അല്ലെ, രണ്ടും കടത്തി വിടും. അപ്പൊ രണ്ടും കൂടി ഇപ്പൊ വിൻ പൈപ്പിലേക്ക് ഫുഡ് പോയാൽ എന്താവും സംഭവിക്കുക? നമുക്ക് ചോക്കിംഗ് എക്സ്പീരിയൻസ് ആവും അല്ലെ, നമ്മൾ ചോക്കിംഗ് ചെയ്തോണ്ടിരിക്കും.
നമ്മള് എന്താണ് തലയിൽ കയറുക എന്നൊക്കെ പറയില്ലേ, നമ്മള് തലയ്ക്കൊക്കെ അടിക്കും അല്ലെ, ആ ഒരു സംഭവം വരും. നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുമ്പോ വർത്താനം പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ എന്താവും സംഭവിക്കുക, ഭക്ഷണവും പോണുണ്ട്, അതിന്റെ കൂടെ എയറും അകത്തേക്ക് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ചൊക്കെ വർത്താനം പറഞ്ഞാൽ മതി, ഭയങ്കരമായിട്ട് വർത്താനം പറയുകയും ചിരിക്കുകയൊന്നും ചെയ്യരുത് ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. നമ്മൾ പറയുന്നതിന്റെ കാരണം അതാണ്. ഓക്കെ, ഈ സമയത്ത് എന്ത് ചെയ്യും, അറിയാതെ എങ്ങാനും നമ്മുടെ എപ്പിഗ്ലോട്ടിസ്, അതായത് എയറും ഫുഡും ഒരുമിച്ച് പോവല്ലേ അല്ലെ. ഈ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഫ്ലാപ്പ് ഉള്ളത് കൊണ്ടാണ്, ഒരു ഫ്ലാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഈ ലാരിങ്സിന്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ എന്താണ് ഫുഡ് പൈപ്പിലേക്കും അതുപോലെ എയർ പൈപ്പിലേക്കും തന്നെ പോകുന്നത്, ട്രക്കിയയിലേക്കും തന്നെ പോകുന്നത്. ഫുഡ് വരുമ്പം എപ്പിഗ്ലോട്ടിസ് ഫുഡ് പൈപ്പിന്റെ ഭാഗം തുറക്കും, മറ്റേത് വരുമ്പോ എയർ വരുമ്പോ വിൻഡ് പൈപ്പിന്റെ ഭാഗം തുറക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു മെക്കാനിസം. അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചാൽ എന്താ, ചില സമയം ഈ വിൻഡ് പൈപ്പിലേക്ക് ഫുഡ് കയറിയിട്ട് നമുക്ക് ചോക്കിംഗ് ഉണ്ടാവാം. ഓക്കെ, സോ അങ്ങനെ ചെയ്യാതിരിക്കുക. സോ എപ്പിഗ്ലോട്ടിസ് എന്താന്ന് മനസ്സിലായില്ലേ. പിന്നെ വിൻഡ് പൈപ്പ് ആൻഡ് ഈസോഫാഗസ് അഥവാ ഗള്ളൻ, രണ്ടും നോക്ക്. നിങ്ങൾ ഇതിന്റെ സ്ട്രക്ചർ കണ്ടില്ലേ, രണ്ടും നോക്ക്, ഏകദേശം ഒരേ സ്ഥലത്തല്ലേ, വിൻഡ് പൈപ്പ് ഫുഡ് പൈപ്പ്. അപ്പൊ ഈ ഒരു പാസേജിന് ഒരു ഫ്ലാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതാണ് എപ്പിഗ്ലോട്ടിസ്. ഓക്കെ, ഫാരിങ്സ് ആണ് ഇത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആൻഡ് ട്രക്കിയ അല്ലെ, നമ്മൾ പറഞ്ഞു ഈ വിൻഡ് പൈപ്പ് ലങ്സിൽ എത്തുമ്പോ അത് എന്താവുന്നുണ്ട്, ബ്രാഞ്ചഡ് ആയിട്ട് മാറുന്നുണ്ട്. അതിനെയാണ് നമ്മള് എന്താ പറയുന്നത്, ബ്രോങ്കിയോൾസ്, ബ്രോങ്കി എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഈ ട്രക്കിയ വിൻഡ് പൈപ്പ് എന്താണ്, ദ ട്യൂബ് വിത്ത് സി ഷേപ്ഡ് കാർട്ടിലേജ്. കണ്ടോ, ഈ സി ഷേപ്ഡ് കാർട്ടിലേജ് ആണ്. നിങ്ങൾ ലങ്സിന്റെ പിക്ചർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും, ദാ ഐ ക്യാൻ സൂം ഇറ്റ്, കാണുന്നുണ്ടോ, ഇങ്ങനെ ഒരു സി ഷേപ്ഡ് കാർട്ടിലേജ് റിങ്സ് ആയിട്ടാണ് നമ്മുടെ ട്രക്കിയ ഉള്ളത്. അത് സൂം ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, സി ഷേപ്ഡ് ആയിട്ടുള്ള കാർട്ടിലേജ് റിംഗ് ആണ് അവിടെ ഉള്ളത്. അതാണ് നമ്മുടെ എയർവേ അല്ലെ. ട്യൂബ് വിത്ത് സി ഷേപ്ഡ് കാർട്ടിലേജ് റിങ്സ് ടു കീപ് ഇറ്റ് ഓപ്പൺ ആൻഡ് ലൈൻഡ് വിത്ത് മ്യൂക്കസ് ആൻഡ് സീലിയ ടു ട്രാപ്പ് ഡസ്റ്റ്. ഓക്കെ, അപ്പൊ ട്രക്കിയന്റെ ഉള്ളിലും മ്യൂക്കസും സീലിയൊക്കെ ആയിട്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ, ഡസ്റ്റിനെ ട്രാപ്പ് ചെയ്യാൻ. അപ്പൊ ഒരു ഫിൽട്ടർ സിസ്റ്റം തന്നെ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ അല്ലെ. ഡസ്റ്റിനെയൊക്കെ ട്രാപ്പ് ചെയ്തിട്ട് പ്യുവർ ആയിട്ടുള്ളത് മാത്രമേ ഉള്ളിലേക്ക് പോവുള്ളൂ. ഓക്കെ, ദെൻ ബ്രോങ്കി ആൻഡ് ബ്രോങ്കിയോൾസ് നമ്മൾ പറഞ്ഞു അല്ലെ, ഓൾറെഡി പറഞ്ഞു. ഇങ്ങനെ ട്രക്കിയ വന്ന് സി ഷേപ്ഡ് കാർട്ടിലേജ് റിങ്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ട്രക്കിയ വന്ന് ലങ്സിൽ എത്തുമ്പോ ഇത് ബ്രാഞ്ചഡ് ആവാൻ തുടങ്ങും അല്ലെ. ഈ ബ്രാഞ്ചഡ് സ്ട്രക്ചറിന് ആദ്യത്തെ ബ്രാഞ്ചിനെയാണ് നമ്മൾ ബ്രോങ്കി എന്ന് വിളിക്കുക. 2 ബ്രാഞ്ചസ് ഫ്രം ട്രക്കിയ ടു ഈച്ച് ലെഗ്. ഓക്കെ, ട്രക്കിയെന്ന് ഒരു ബ്രാഞ്ച് ഒരു ലെങ്ങിലും ഒരു ബ്രാഞ്ച് വേറെ ലെങ്ങിലും പോകും. ആ ബ്രാഞ്ചിനെയാണ് നമ്മൾ ബ്രോങ്കി എന്ന് വിളിക്കുക. ആൻഡ് ബ്രോങ്കിയോൾസ് എന്താ, സ്മോളർ ബ്രാഞ്ചസ് ഇൻസൈഡ് ദ ലങ്സ്. ലങ്സിന്റെ ഉള്ളിലേക്ക് വരുമ്പോഴേക്കും എന്താവും, ലങ്സിന്റെ ഉള്ളിലേക്ക് പിന്നെ എത്തുമ്പോഴേക്കും ഈ ഒരു ബ്രോങ്കിയോൾസ് ആക്കിയിട്ട് മാറും. ഓക്കെ, ബ്രോങ്കി ഫെർദർ ഡിവിഷൻ നടന്നിട്ട് ബ്രോങ്കിയോൾസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ബ്രോങ്കി ആൻഡ് ബ്രോങ്കിയോൾസ് എന്താന്ന് മനസ്സിലായോ. അതായത് നമ്മുടെ വിൻഡ് പൈപ്പ് ഇങ്ങനെ വന്നിട്ട് ലങ്സിൽ എത്താനാവുമ്പോഴേക്കും എന്താണ് ടൈപ്പ് ആയിട്ട് 2 ബ്രാഞ്ചസ് ആയിട്ട് മാറും. ആ ഈച്ച് ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ബ്രോങ്കി. ആൻഡ് ബ്രോങ്കി പിന്നെ ബ്രോങ്കിയോൾസ് ആയിട്ട് ലങ്സിന്റെ ഉള്ളിൽ എത്തുമ്പോഴേക്കും ഫർദർ ഡിവിഷൻ നടന്നിട്ട് ബ്രോങ്കിയോൾസ് ആയിട്ട് മാറും അല്ലെ. മരത്തിന്റെ ചില്ല പോലെ അല്ലെ, മരത്തിന്റെ ചില്ല ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ബ്രാഞ്ചഡ് ആയിട്ട് പോണില്ലേ. ഇതിനൊരു സ്പെസിഫിസിറ്റി ഉണ്ട് എന്ന് മാത്രം. ഓക്കെ, സ്മോളർ ബ്രാഞ്ചസ് ഇൻസൈഡ് ദ ലങ്സ്, ബ്രോങ്കിയോൾസ്. ഇപ്പൊ ബ്രോങ്കി ബ്രോങ്കിയോൾസ് ബ്രാഞ്ചസ് ആണ്, മറക്കണ്ട. ഓക്കെ, ആൻഡ് ലങ്സ് ആൻഡ് ആൽവിയോളെ. ഇപ്പൊ ലങ്സ് എന്താ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അല്ലെ. എല്ലാ സിനിമ കാണുമ്പോഴും എപ്പോഴും നമ്മളെ അവെയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സെന്റൻസ് ആണ് ഇത് അല്ലെ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ലൈക്ക് ദാറ്റ് ഇറ്റ്സ് എ സോഫ്റ്റ് സ്പോഞ്ചി ഓർഗൻസ് ഫോർ ഗ്യാസ് എക്സ്ചേഞ്ച്. ഓക്കെ, നത്തിങ് ബട്ട് ഇറ്റ്സ് എ സോഫ്റ്റ് സ്പോഞ്ചി ഓർഗൻസ് ഫോർ ഗ്യാസ് എക്സ്ചേഞ്ച്. ലൈറ്റ് പിങ്കിഷ് കളർ ഒക്കെയാണ് കേട്ടോ ലങ്സിന്. ഓക്കെ, ആൽവിയോളെ എന്താ, നമ്മൾ പറഞ്ഞു ആ ബ്രാഞ്ചസ് അല്ലെ, ബ്രോങ്കി ബ്രോങ്കിയോൾസ്. അങ്ങനെ ബ്രോങ്കിയോൾസ് അൾട്ടിമേറ്റ്ലി ചെന്നെത്തുന്നത് കുറെ എയർ സാക്സിലേക്കാണ്. ചെറിയ ചെറിയ ബലൂൺ ലൈക്ക് എയർ സാക്സ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ആൽവിയോളെ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സറൗണ്ടഡ് ബൈ കാപ്പിലറീസ്. ഇതാണ് ഒരു ആൽവിയോളെ. ഇങ്ങനത്തെ കുറെ ആൽവിയോളൈസ് ഉണ്ടാവും കേട്ടോ. ചെറിയ 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 ആൽവിയോളൈസ് ഉണ്ടാവും. യു ക്യാൻ സീ, കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ ചെറിയ 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 എയർ സാക്സ് കണ്ടില്ലേ, ഇതാണ് ആൽവിയോളെ. അതില് ഒരു ആൽവിയോളേന്റെ പിക്ചർ ആണ് മിസ് ഇപ്പോ കാണിച്ചു തന്നത്. ഓക്കെ, സോ എന്താണ്, ഓക്സിജനും
കാർബൺ ഡൈ ഓക്സൈഡും തമ്മിലുള്ള ആ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ഈ ആൽവിയോളയിലാണ് നടക്കുന്നത്. സോ ആൽവിയോളയിൽ എന്തുണ്ടാവും, കുറെ കാപ്പിലറീസ് സറൗണ്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഇവിടെയൊക്കെ എന്താ, കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, അപ്പം ബ്ലഡ് നമ്മൾ ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊരു ഈ ആൽവിയോള എന്ന് പറയുന്നത് ഒരു ഗ്യാസ് സ്റ്റേഷൻ ആണ്. ഗ്യാസ് സ്റ്റേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിനെ. ഓക്കെ, ഐ ക്യാൻ നെയിം ഇറ്റ് ആസ് ഗ്യാസ് സ്റ്റേഷൻ. എന്താണ് ഇതിനെ അങ്ങനെ വിളിക്കാൻ കാരണം, അതായത് നമ്മളുടെ ബ്ലഡ് ഒന്നുമില്ലാത്തൊരു ബ്ലഡ് കേട്ടോ, ബ്ലഡിന് ഗ്യാസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുക, ബ്ലഡ് ഇങ്ങനെ വരികയാണ്. അപ്പൊ ബ്ലഡിന് ഓക്സിജൻ വേണം, ഓക്സിജൻ നിറയ്ക്കണം. നമ്മളൊരു പെട്രോൾ പമ്പ് പോയിട്ട് പെട്രോളോ ഡീസലോ നിറക്കില്ലേ, അതുപോലെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗ്യാസ് സ്റ്റേഷനിലേക്ക്, ബ്ലഡിന് ഓക്സിജൻ നിറയ്ക്കണം. അപ്പം ഈ ബ്ലഡിന് ഓക്സിജൻ നിറയ്ക്കാൻ എന്താണ്, ഈ ആൽവിയോളയിൽ നിറയെ ഓക്സിജൻ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഓക്സിജൻ ബ്ലഡിലേക്ക് പോവും. ആൻഡ് ബ്ലഡ് ആരുമായിട്ടാ വരുന്നത്, നിറയെ ബോഡിയിലുള്ള എല്ലാ സെൽസിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ബ്ലഡ് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടാവും വരുന്നത് അല്ലെ. എല്ലാം സെല്ലുലാർ റെസ്പിറേഷനും എല്ലാം കഴിഞ്ഞിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ പുറന്തള്ളിയിട്ടുണ്ടാവും. ഓക്കെ, അതൊക്കെ എടുത്തിട്ടാണ് ബ്ലഡ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ആ ബ്ലഡിനെ എന്ത് ചെയ്യണം, ആ കാർബൺ ഡൈ ഓക്സൈഡ് മാറ്റിയിട്ട് അവിടെ ഓക്സിജൻ ആക്കി കൊടുക്കണം. അപ്പൊ നമ്മളുടെ ആൽവിയോളയിൽ ഓക്സിജൻ ഉണ്ട്, ആൽവിയോളയിലെ കാപ്പിലറീസിൽ. അപ്പൊ ഓക്സിജൻ തിരിച്ചു കൊടുക്കും ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിൽ നിറയും. പിന്നെ ഇവിടുന്ന് തിരിച്ചു പോണ ആൾക്കാർ എന്തായിരിക്കും, ബ്ലഡ് എന്തായിരിക്കും, ഓക്സിജൻ ഒക്കെ കിട്ടിയിട്ട് നല്ല ഉഷാറായിട്ടുള്ള ബ്ലഡ് തിരിച്ചു പോകും. മനസ്സിലായോ? അങ്ങനെയാണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്കെ, ഇനി ഡയഫ്രം. ഡയഫ്രം എന്താണ്, ഡോം ഷേപ്ഡ് മസിൽ ബിലോ ദി ലെഗ്സ്. കണ്ടോ, ഇതാണ് ലെഗ്സ്. ലെഗ്സിന്റെ അടിയിലായിട്ട് ഒരു ഡോം ഷേപ്ഡ് ഒരു ഡോം ഷേപ്ഡ് ആയിട്ടുള്ള ഒരു മസിൽ ഉണ്ടാവും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡയഫ്രം എന്ന് വിളിക്കുന്നത്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം കേട്ടോ, ഡയഫ്രം. ആൻഡ് ഇൻഹേലേഷന്റെയും എക്സൈലേഷന്റെയും സമയത്ത് നമ്മൾ ഇത് പഠിക്കണം. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ഇൻഹേലേഷനും എക്സൈലേഷനും കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലത്തെ ഒരു നല്ല ക്ലിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ജാറ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, അതിലേക്ക് ഒരു കോർക്ക് എടുത്ത് നമ്മൾ കെട്ടുകയാണ്, അതിന്റെ വായ അടയ്ക്കുകയാണ്. അതിന്റെ മുന്നേ അതിലേക്ക് ഒരു സ്ട്രോവോ അങ്ങനെ എന്തെങ്കിലും, ഇതുപോലെ നമ്മുടെ ട്രക്കിയ റിസംബിൾ ചെയ്യുന്ന ഒരു പൈപ്പ് മാതിരി ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം. ഓക്കെ, എന്നിട്ട് അതിലേക്ക് 2 ബലൂൺസ് നമ്മൾ എടുക്കുക. ഓക്കെ, 2 ബലൂൺസ് എടുക്കുക. 2 ബലൂൺസ് എടുത്തിട്ട്, വീർപ്പിക്കാത്ത 2 ബലൂൺസ് എടുത്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കാം. ഓക്കെ, ആൻഡ് ഇതിന്റെ അറ്റം, ഈ ഒരു ജാറിന്റെ അറ്റം നമ്മൾ മുറിച്ചിട്ട് അവിടെ എന്താക്കണം, ഒരു റബ്ബർ ഷീറ്റോ എന്തെങ്കിലും ആയിട്ട് കെട്ടിവെക്കണം. ഓക്കെ, അതാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള ആ ഒരു മെറ്റീരിയൽസ് ഒക്കെ അതാണ്. ഇങ്ങനെയാണ് നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എന്താ ചെയ്യേണ്ട, ആദ്യം ഇൻഹേലേഷൻ എന്ന് പറയുമ്പോ എന്താ, ഈ ഡയഫ്രം നമ്മള് താഴേക്ക് വലിക്കുക, നമ്മൾ പുൾ ഡൗൺ ചെയ്യുക, താഴേക്ക് വലിക്കുക. വലിക്കുന്ന സമയത്ത് എയർ ഉള്ളിലേക്ക് കടക്കുകയും ഇതാണ് ഇറ്റ് റിസംബിൾസ് ദ ലങ്സ് അല്ലെ. ഈ ഒരു ബലൂൺസ് ആണ് നമ്മൾ ലങ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ലങ്സ് ഇൻഫ്ലേറ്റഡ് ആവും. അപ്പൊ എയർ ഉള്ളിലേക്ക് കയറി ലങ്സ് ഇൻഫ്ലേറ്റഡ് ആവും. പക്ഷെ ഇവിടെ നോക്ക്, ഇനി നമ്മള് വലിച്ച സാധനം തിരിച്ചു വിട്ടു. ഓക്കെ, അപ്പൊ അത് നേരെ എന്താണ്, കുറച്ചും കൂടി മുകളിലേക്ക് പോയി ആൻഡ് ഇൻഫ്ലേറ്റഡ് ആയ ബലൂൺ എന്തായി, തിരിച്ച് ആവും അല്ലെ, പഴയ പൊസിഷനിൽ തന്നെ എത്തും. കാരണം എന്താ, ഇവിടുത്തെ എയറിന്റെ അളവ് കുറഞ്ഞു, എക്സേലേഷൻ, അതായത് എയർ പുറത്തു വിട്ടു. സോ ഇൻഹേലേഷൻ എന്ന് പറയുമ്പോൾ ഡയഫ്രം എന്ത് ചെയ്യും, കൺട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഡയഫ്രം കൺട്രാക്ട് ചെയ്യും ആൻഡ് ഇറ്റ് മൂവ്സ് ഡൗൺ. ഡയഫ്രം കൺട്രാക്ട് ചെയ്യും ആൻഡ് ഇറ്റ് മൂവ്സ് ഡൗൺ ആൻഡ് ലങ്സ് എക്സ്പാൻഡ്. ലങ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മാക്സിമം വോളിയമായി അവിടെ അല്ലെ, മാക്സിമം വോളിയമായി അല്ലെ, പ്രഷർ കുറയുകയും ചെയ്യും. വോളിയം കൂടുമ്പോ പ്രഷർ കുറയും, അതറിയില്ലേ. ലങ്സ് എക്സ്പാൻഡ് ആവുമ്പം അവിടുത്തെ വോളിയം കൂടും അല്ലെ, സ്ഥലം കൂടും ലങ്സിന്റെ ഉള്ളില്, ആൻഡ് അവിടുത്തെ പ്രഷർ കുറയും. അപ്പോ എയർ പുറത്തുനിന്ന് ഉള്ളിലേക്ക് എടുക്കും. അപ്പോഴാണ് ഇൻഹേലേഷൻ. ആൻഡ് എക്സലേഷന്റെ സമയത്തോ ഡയഫ്രം റിലാക്സ് ചെയ്യും. നമ്മൾ ഇതിന്ന് വിട്ടു അല്ലെ, വലിച്ച ഈ റബ്ബർ ഷീറ്റ് നമ്മൾ വിട്ടു. അപ്പൊ ഡയഫ്രം റിലാക്സ് ചെയ്യും. അപ്പൊ ലങ്സിന്റെ ഉള്ളിലെ ലങ്സ് എക്സ്പാൻഡ് ആവോ, ഇല്ല, ലങ്സിന്റെ ഉള്ളിലെ സ്ഥലം കുറയും, വോളിയം കുറയും. ആൻഡ് വോളിയം കുറയുമ്പോ പ്രഷർ എന്ത് ചെയ്യും, കുറയും അല്ലെ. വോളിയം കുറയുമ്പോ പ്രഷർ കൂടും, പ്രഷർ ഭയങ്കരമായിട്ട് കൂടും. പ്രഷർ കൂടുമ്പോ എന്താ, നമ്മൾ എന്താ ചെയ്യാ, പ്രഷർ കുക്കറിന്റെ ഒക്കെ പ്രഷർ കൂടുമ്പോ പുറത്തേക്ക് വിസിൽ വരും. അതേപോലെ ലങ്സിന്റെ ഉള്ളിലെ പ്രഷർ കൂടുമ്പം എയർ പുറത്തേക്ക് വരും. ഓക്കെ, അപ്പൊ മൂവ്സ് അപ്പ് ആൻഡ് ലങ്സ് ഷ്രിങ്ക് ആൻഡ് വോളിയം ബിക്കം ലെസ് ആൻഡ് പ്രഷർ ബിക്കം ഹൈ ആൻഡ് എന്താണ്, എയർ
എക്സേൽ ഔട്ട്. ഓക്കെ, എയർ പുറത്തേക്ക് പോകും. അങ്ങനെയാണ് നമ്മുടെ ഇൻഹേലേഷനും എക്സേലേഷനും നടക്കുന്നത്. ഓക്കെ, ഇൻഹേലേഷൻ എക്സലേഷൻ നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള നിങ്ങളുടെ ഈ ഒരു ഡെമോൺസ്ട്രേഷൻ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് പഠിക്കുക, ഇൻഹേലേഷന്റെ സമയത്ത് ഡയഫ്രം കൺട്രാക്ട് ചെയ്യും ആൻഡ് അത് മൂവ്സ് ഡൗൺ ചെയ്യും. സോ ലങ്സ് എക്സ്പാൻഡ് ചെയ്യും, എയർ ഉള്ളിലേക്ക് വരും. എക്സലേഷന്റെ സമയത്ത് ഡയഫ്രം റിലാക്സ് ചെയ്യും. സോ ഇറ്റ്സ് മൂവ്സ് അപ്പ് ആൻഡ് ലങ്സ് വിൽ ഷ്രിങ്ക് ആൻഡ് എന്ത് ചെയ്യും, എയർ പുറത്തേക്ക് പോകും. എക്സലേഷൻ. ഓക്കെ, മനസ്സിലായോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അങ്ങോട്ട് എഴുതിക്കോളുക. ഓക്കെ, നമുക്ക് ആൻസർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി ബ്രീത്തിങ് പ്രോസസ് ഇങ്ങനെയാണ് നമ്മൾ ഇനി ബ്രീത്തിങ് പ്രോസസ് ഇൻഹേലേഷനും എക്സേലേഷനും അടങ്ങുന്ന ബ്രീത്തിങ് പ്രോസസ്സിൽ എന്തൊക്കെയാ നടക്കുക? ഇൻഹേലേഷൻ എയർ ഇൻ, അതായത് ഉള്ളിലേക്ക് ഓക്സിജൻ എടുക്കുന്നു. ആൻഡ് റിബ്സ് മൂവ് അപ്പ് ആൻഡ് ഔട്ട്, ഡയഫ്രം കൺട്രാക്ട്സ്. ഓക്കെ, അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. റിബ്സിന്റെ കാര്യം കൂടി ഓർക്കുക, റിബ്സ് മൂവ് അപ്പ് ആവും. ഓക്കെ, ഇൻഹേലേഷന്റെ സമയത്ത് റിബ്സ് മൂവ് അപ്പ് ആവും ആൻഡ് എക്സേലേഷന്റെ സമയത്ത് എയർ ഔട്ട് അല്ലെ. എക്സേലേഷന്റെ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ എയർ ആണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ എയർ ആണ് നമ്മൾ, കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള എയർ ആണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. ആൻഡ് റിബ്സ് മൂവ് ഡൗൺ, റിബ്സ് താഴേക്ക് ഇതാ ഈ രണ്ട് പിക്ചർ ഓർത്ത് വെച്ചാൽ മതി. റിബ്സ് മൂവ്സ് ഡൗൺ ആൻഡ് ഡയഫ്രം റിലാക്സസ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഡയഫ്രം റിലാക്സ് ചെയ്യുമ്പോൾ ലങ്സ് ഷ്രിങ്ക് ആവും, എയർ ഔട്ട് ആവും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ബ്രീത്തിങ് പ്രോസസ്സിൽ ഉള്ളത്. മനസ്സിലായോ മക്കളെ? ഓക്കെ, ദെൻ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചില് ലങ്സില് ഓക്സിജൻ ഫ്രം ആൽവിയോളെ അല്ലെ. ആൽവിയോളയിൽ ഓക്സിജൻ ഉണ്ട്. നമ്മുടെ ഗ്യാസ് സ്റ്റേഷൻ മറന്നുപോയോ? ഗ്യാസ് സ്റ്റേഷൻ അല്ലെ. ഓക്സിജൻ ആൽവിയോളയിൽ ഉണ്ട് ആൻഡ് ബ്ലഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് വരും. അപ്പൊ CO2 ഫ്രം ബ്ലഡ് എക്സ്ചേഞ്ച് വിത്ത് ഓക്സിജൻ ഇൻ ആൽവിയോളെ. ആൻഡ് സെൽസിൽ എന്താ നടക്കുക? ഈ ഓക്സിജൻ കിട്ടിയ സെൽസ് എന്ത് ചെയ്യും? സെൽസ് യൂസ്ഡ് ദീസ് ഓക്സിജൻ ഫോർ എനർജി പ്രൊഡക്ഷൻ ആൻഡ് CO2 പിന്നെ അതിന്റെ ഫലമായിട്ട് സെല്ലുലാർ റെസ്പിറേഷന്റെ ആ ഒരു റിസൾട്ട് ആയിട്ട് CO2 ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ആൻഡ് സെല്ലുലാർ റെസ്പിറേഷന്റെ സമയത്ത് സെല്ലുലാർ റെസ്പിറേഷന്റെ ഇക്വേഷൻ എന്താ? ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ. ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാണ് അല്ലെ. ഈച്ച് സെല്ലിലും ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. The breakdown of glucose with oxygen to produce energy in the form of ATP and as a byproduct produce carbon dioxide and water. Okay, ഈ ഒരു പ്രോസസ് ആണ് സെല്ലുലാർ റെസ്പിറേഷനിൽ നടക്കുന്നത്. ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ gives energy in the form of ATP and carbon dioxide plus H2O. സോ എവിടെയാണ് നടക്കുന്നത്? മൈറ്റോകോൺട്രിയ. നമ്മള് സെല്ല് പഠിക്കില്ലേ, മൈറ്റോകോൺട്രിയ എന്താ? എനർജി പവർ ഹൗസ് അല്ലെ. പവർ ഹൗസ് ഓഫ് ദി സെൽ, എനർജി പ്രൊഡക്ഷൻ യൂണിറ്റ് ഓഫ് ദി സെൽ. ഇതിനെയൊക്കെ നമ്മൾ മൈറ്റോകോൺട്രിയ എന്നാ വിളിക്കുന്നത് അല്ലെ. മൈറ്റോകോൺട്രിയ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതാണ് എന്ത് ചെയ്യുന്നത്? സെല്ലുലാർ റെസ്പിറേഷൻ നടത്തുന്നത്, എനർജി റിലീസ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ATP. ഇപ്പൊ സെല്ലിന്റെ ഉള്ളിലെ ഏത് സെൽ ഓർഗനലാണ് സെല്ലുലാർ റെസ്പിറേഷന് ഹെൽപ്പ് ചെയ്യുന്നത്, സെല്ലുലാർ റെസ്പിറേഷൻ നടത്തുന്നത്? ഇറ്റ് ഈസ് മൈറ്റോകോൺട്രിയ. ഓക്കെ, മനസ്സിലായല്ലോ? സോ ഇനി നമ്മളെ റെസ്പിറേറ്ററി സിസ്റ്റവും ബ്രീത്തിങ് പ്രോസസ്സും സെല്ലുലാർ റെസ്പിറേഷനും ഒക്കെ പഠിച്ചു അല്ലെ. ഇനി നമ്മൾ ലങ്സിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം അല്ലെ. ഇത്രയും നല്ല ഭയങ്കര വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ് ആണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നു. സെല്ലിന്റെ ഉള്ളില് സെല്ലുലാർ റെസ്പിറേഷൻ വഴി ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം കൂടി, എല്ലാ മെറ്റബോളിസം കഴിഞ്ഞിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം കൂടി എക്സ്ചേഞ്ച് ചെയ്ത് അത് ഓക്സിജൻ ആക്കുന്നു. ഓക്സിജൻ വീണ്ടും സെല്ലിലേക്ക് കൊടുക്കുന്നു അല്ലെ. ഭയങ്കര നല്ലൊരു പ്രോസസ് ആണ് നടക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും ലങ്സിനെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം. സോ ഹെൽത്ത് ആൻഡ് കെയർ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം യു മസ്റ്റ് സ്റ്റഡി. ഓക്കെ, സോ എന്തൊക്കെ ചെയ്യണം? നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലെ. അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് പൊല്യൂട്ടഡ് എയർ. ഓക്കെ, നമ്മൾ പൊല്യൂട്ടഡ് എയർ അധികം ശ്വസിക്കാതിരിക്കുക, സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യാൻ നിൽക്കുക അല്ലെ. നമ്മൾ പറയും, നമ്മൾ കുറെ ഇപ്പം ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ കുറെ നമ്മളുടെ ഗവൺമെന്റും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? ഈ പറയുന്ന വാഹനങ്ങളിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന പുക അല്ലെ. ആ സ്മോക്ക് നമ്മളുടെ ലങ്സിന് ദോഷം ചെയ്യും. അതിൽ നിന്ന് ഭയങ്കര ഹൈലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ആണ് വരുന്നത്. ആൻഡ് സ്മോക്കിംഗ് കിൽസ് അല്ലെ. സ്മോക്കിംഗ് കിൽസ് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഇറ്റ് കോസസ് ക്യാൻസർ അല്ലെ. നമ്മൾ എപ്പോഴും കാണുന്നതാണ്. സോ നിങ്ങൾ അതൊന്നും നിങ്ങൾക്ക് അറിയുന്നവരോട് നിങ്ങൾ ഇത് അവെയർ ആയിട്ട് ഇരിക്കാൻ പറയുക. ഓക്കെ, ആൻഡ് എക്സസൈസ് റെഗുലർലി. ഓക്കെ,
നല്ല വ്യായാമം ചെയ്യുക ആൻഡ് മെയിൻറ്റെയിൻ ഗുഡ് പോസ്ചർ. സോ കോമൺ റെസ്പിറേറ്ററി ഡിസീസസ് എന്തൊക്കെയാ? ഇതൊന്നും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിസീസസ് ഉണ്ടാവാം. എന്തൊക്കെയാണ്? ആസ്മ, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ ആൻഡ് ട്യൂബർകുലോസിസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലേ ഈ അസുഖങ്ങളൊക്കെ? ആസ്മ, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, ട്യൂബർകുലോസിസ് ഒക്കെ നമ്മുടെ ലങ്സ് കേടായാല് അല്ലെങ്കിൽ അതിന് ബാധിക്കുന്ന രോഗങ്ങളാണ് കേട്ടോ. ആസ്മ നോക്കൂ, നോർമൽ ആയിട്ടുള്ള നമ്മളുടെ ബ്രാഞ്ചസ്, ഈ ഒരു ബ്രോങ്കിയോൾസ് എന്താണ് ഇൻഫ്ലെയിംഡ് ആവുക, അതിനെയാണ് ആസ്മ എന്ന് പറയുന്നത് കേട്ടോ. ആസ്മ. ഓക്കെ. സോ ആസ്മ വരുമ്പോ അതുകൊണ്ടാണ് വലിവൊക്കെ ഉണ്ടാവുന്നത്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നത് അതുകൊണ്ടാണ്. ഓക്കെ. സോ നോക്കൂ, ഈ ഒരു പിക്ചറിൽ നോക്കൂ, കേട് വന്ന ഒരു ലങ്സിന്റെ പിക്ചർ ആണിത്. നമ്മുടെ നോർമൽ ലങ്സ്. നോർമൽ ലങ്സ് എന്താ? ഒരു ലൈറ്റ് പിങ്കിഷ് കളറിൽ. കേട് വന്ന ലങ്സ്, നമ്മൾ സ്മോക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ ലങ്സ് ഒക്കെ, ഒരു സ്ഥിരം സ്മോക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവരുടെ ലങ്സ് മേ ബി ലുക്ക് ലൈക്ക് ദിസ്, ഇങ്ങനെ ആയിരിക്കാം. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാ? നമുക്ക് കിട്ടിയ എല്ലാ ഓർഗൻസിനെയും നമ്മൾ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ. സോ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഈ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ബേസിക്സ് ആയിട്ട് മിസ്സിന് നിങ്ങളോട് പറയാനുള്ളത്. ആൻഡ് നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. സ്കൂളിൽ നിന്നാണ് ചാനലിന്റെ പേര്. അപ്പൊ ചാനൽ ഫോളോ ചെയ്യുക, നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക. വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് അതിൽ നോക്കിയിട്ട് കമന്റ് ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ നമുക്കിന്ന് പഠിക്കാന്. ഓക്കെ, ബൈ.